കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം 5th സെമസ്റ്റർ സബ്ജക്റ്റ് ആയിട്ടുള്ള ബിസിനസ് റിസർച്ച് മെത്തേഡ്സിൻ്റെ ഒന്നാമത്തെ യൂണിറ്റിലെ സെക്കൻഡ് പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ടത് എന്താണ് റിസർച്ചിൻ്റെ മീനിങ്, അതേപോലെ തന്നെ റിസർച്ചിൻ്റെ ഡെഫിനിഷൻ, ഫീച്ചേഴ്സ്, അതോടൊപ്പം തന്നെ എന്താണ് ബിസിനസ് റിസർച്ചിൻ്റെ മീനിങ്, ഡെഫിനിഷൻ, ഈ കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇന്ന് സെക്കൻഡ് പാർട്ടിലേക്ക്, ഒന്നാമത്തെ യൂണിറ്റിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് കിടക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നീഡ് ഫോർ റിസർച്ച് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഓഫ് റിസർച്ച് ആണ്. റിസർച്ചിൻ്റെ ആവശ്യം എന്താണ്, അല്ലെങ്കിൽ റിസർച്ചിൻ്റെ പ്രാധാന്യം എന്താണ്, അതാണ് നമ്മൾ ഇന്നത്തെ ആദ്യത്തെ ടോപ്പിക് എന്ന നിലയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, റിസർച്ചിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. അത് പല മേഖലകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ബിസിനസ്, മാർക്കറ്റിംഗ്, അഗ്രികൾച്ചർ തുടങ്ങി അങ്ങനെ പോകുന്ന പല മേഖലകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ റിസർച്ചിൻ്റെ പ്രാധാന്യം നമുക്ക് വലുതാണെന്ന് തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു സ്ലൈഡിൽ ഓരോ മേഖലകളെയും ഫോക്കസ് ചെയ്തുകൊണ്ട് പോയിന്റുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ പോയിന്റ് ഒന്ന് പരിശോധിച്ച് നോക്കാം. ഫസ്റ്റ് പോയിന്റ് ഇതാ പറയുന്നത്, റിസർച്ചിൻ്റെ ഇമ്പോർട്ടൻസ് ആയിട്ട് ടു പ്രൊഡ്യൂസ് നോളജ് ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് ഔട്ട്സൈഡ് എ റിസർച്ച് സെറ്റിംഗ്. എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് റിസർച്ചിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടെത്തിയിട്ടുള്ള പുതിയ അറിവുകൾ അത് റിസർച്ച് എന്ന ആ ഒരു ചട്ടക്കൂടിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. നേരെ മറിച്ച് നമുക്കത് എന്താണ്, പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ പ്രാവർത്തികമാക്കേണ്ടതാണ്, പ്രായോഗികമായിട്ടുള്ള തലത്തിലേക്ക് നമുക്കത് കൊണ്ടുവരേണ്ടതാണ്. അങ്ങനെ ഒരു പ്രാധാന്യം റിസർച്ചിനുണ്ട്. ഇപ്പം നമ്മൾ കോവിഡുമായി ബന്ധപ്പെട്ട് ലബോറട്ടറിയിൽ പരീക്ഷണമൊക്കെ നടത്തി പുതിയൊരു വാക്സിൻ കണ്ടെത്തി. അത് നമുക്ക് അവിടെ കണ്ടെത്തി അവിടെ വെക്കാനുള്ളതല്ല, അത് അപ്ലൈ ചെയ്യണം, അല്ലേ? അത് അപ്ലൈ ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്, ടു പ്രൊഡ്യൂസ് നോളജ് ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് ഔട്ട്സൈഡ് എ റിസർച്ച് സെറ്റിംഗ്. റിസർച്ച് സെറ്റിങ്ങിന് പുറത്ത് നമുക്ക് എന്ത് ചെയ്യണം, അത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നു എന്നത് റിസർച്ചിൻ്റെ പ്രാധാന്യമാണ്. രണ്ടാമത്തെ പോയിന്റ് നോക്കൂ നിങ്ങൾ, ഫോംസ് ദ ഫൗണ്ടേഷൻ ഓഫ് പ്രോഗ്രാം ഡെവലപ്മെൻറ്റ് ആൻഡ് പോളിസീസ് എവരിവെയർ അറൗണ്ട് ദി യൂണിവേഴ്സ്. എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പ്രപഞ്ചത്തിൽ നമുക്ക് ചുറ്റുമുള്ള വിവിധ പരിപാടികൾ, നയങ്ങൾ എന്നിവ നടപ്പിൽ വരുത്താനുള്ള ഒരു അടിത്തറയാണ്, ഒരു ഫൗണ്ടേഷനാണ് ഏതെന്ന് പറയുന്നത്, റിസർച്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം നോക്കാം. പുതിയൊരു പ്രോഗ്രാം നമ്മൾ നടത്താൻ പോകുകയാണെന്ന് വിചാരിച്ചോ. ഒരു റെസ്റ്റോറൻറ്റ് ആണ് ഞാൻ തുടങ്ങാൻ പോകുന്നതെന്ന് വിചാരിക്കട്ടെ. അപ്പോൾ ആ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു അടിത്തറ എന്നോണം എനിക്ക് ആ ഒരു മാർക്കറ്റ് ഏരിയയെ പറ്റി പഠിക്കേണ്ടി വരും. അവിടെയുള്ള കസ്റ്റമേഴ്സിനെ പറ്റി എനിക്ക് പഠിക്കേണ്ടി വരും. അവരുടെ ടേസ്റ്റ്, പ്രിഫറൻസ്, ഇതൊക്കെ എനിക്ക് പഠിക്കേണ്ടി വരും. എന്നാൽ മാത്രമാണ് ആ ഒരു പ്രപ്പോസ്ഡ് റെസ്റ്റോറൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്ലാനിങ് എനിക്ക് നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു അടിത്തറ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, ആ ഒരു പഠനമാണ്. എൻ്റെ ആ ഒരു റെസ്റ്റോറൻറ്റ് എന്നുള്ള ആ ഒരു സ്വപ്നം അത് സാക്ഷാത്കരിക്കപ്പെടണമെങ്കിൽ എനിക്ക് ഈ വക കാര്യങ്ങളൊക്കെ മുൻകൂട്ടി അറിയണം. അപ്പോൾ എൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഏത് തന്നെയാണ്, റിസർച്ചാണ്. അതാണ് രണ്ടാമത്തെ പോയിന്റ്. 3, ഇറ്റ് സോൾവ്സ് പർട്ടിക്കുലർ എക്സിസ്റ്റിംഗ് പ്രോബ്ലംസ് ഓഫ് കൺസേൺ. എന്താ പറയുന്നത്? ഇറ്റ് സോൾവ്സ് പർട്ടിക്കുലർ എക്സിസ്റ്റിംഗ് പ്രോബ്ലംസ് ഓഫ് കൺസേൺ. ബിസിനസ് സ്ഥാപനത്തിനകത്തുള്ള നിലവിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പറ്റും. വളരെ ശരിയാണ്. നമ്മൾ റിസർച്ചിൻ്റെ മീനിങ്, ബിസിനസ് റിസർച്ചിൻ്റെ ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അല്ലേ? നമ്മുടെ സ്ഥാപനത്തിൽ പെട്ടെന്ന് പ്രൊഡക്ഷൻ കുറയാണെന്ന് വിചാരിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ നമ്മൾ പഠനം നടത്തും. മാനേജർ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പഠിക്കും, ഡാറ്റ കളക്ട് ചെയ്യും. അപ്പോൾ അതിലൂടെ മനസ്സിലായി എന്ത്, ടെക്നോളജിയുടെ പോരായ്മയാണ്, പ്രൊഡക്ഷൻ വേഗത കൂട്ടുന്ന രീതിയിലുള്ള ടെക്നോളജി നിലവിൽ സ്ഥാപനത്തിൽ അപര്യാപ്തമാണെന്ന് കണ്ടു. അപ്പം തീർച്ചയായിട്ടും പുതിയൊരു ടെക്നോളജി ആ ഒരു പഠനത്തിൻ്റെ ഭാഗമായിട്ട് അഡോപ്റ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു പ്രശ്നം അവിടെ പരിഹരിക്കാൻ പറ്റും. സോ ഇറ്റ് സോൾവ് പർട്ടിക്കുലർ എക്സിസ്റ്റിംഗ് പ്രോബ്ലംസ് ഓഫ് കൺസേൺ എന്നാണ് അടുത്തൊരു പ്രാധാന്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുക. നെക്സ്റ്റ്, ഏബിൾ ടു ലേൺ മോർ അബൌട്ട് തിങ്സ്, പീപ്പിൾ ആൻഡ് ഇവൻറ്റ്സ്. വളരെ എളുപ്പമാണ്, അല്ലേ? പുതിയ കാര്യങ്ങളെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു, പുതിയ വ്യക്തികളെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു, അതേപോലെ തന്നെ പുതിയ ഇവൻറ്റുകളെ പറ്റിയിട്ട് നമുക്ക് കൂടുതലായിട്ട് അറിയാൻ പറ്റുന്നു. നമ്മുടെ നോളജ് നമുക്ക് കൂടുതലായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നു, എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നു എന്നതാണ് ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രാധാന്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അവസാനത്തെ പോയിന്റ് നോക്കൂ, ഇറ്റ് പ്രൊവൈഡ്സ് ബേസിസ് ഫോർ ഗവൺമെൻറ് പോളിസീസ്. എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾക്കുള്ളൊരു അടിസ്ഥാനമാണ് റിസർച്ച്. നമുക്കറിയാം, ഗവൺമെൻറ് പല രീതിയിലുള്ള പോളിസികൾ എന്ത് ചെയ്യാറുണ്ട്, ഫോർമുലേറ്റ്
ചെയ്യാറുണ്ട്. അതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ പഠനം തന്നെയാണ്. ഗവൺമെൻറ് പുതിയൊരു പോളിസി നടപ്പിലാക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് മുന്നോടിയായിട്ട് പഠനങ്ങൾ നടത്തും. അതിൻ്റെ ഭാഗമായിട്ട് ഡാറ്റ കളക്ട് ചെയ്യും. അത് കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പുതിയൊരു പോളിസി, പുതിയൊരു നയം എന്ത് ചെയ്യുള്ളൂ, ഗവൺമെൻറ് നടപ്പിലാക്കുകയുള്ളൂ. അപ്പം ഗവൺമെൻറ്റിനെയും റിസർച്ച് എന്ത് ചെയ്യാറുണ്ട്, പോളിസി ഫോർമേഷന് സഹായിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കാൻ നമുക്ക് അടുത്തതിലേക്ക് പോകണം. നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. നെക്സ്റ്റ് പോയിന്റ് നോക്കൂ. ഹെൽപ്സ് ഇൻ സോൾവിങ് വേരിയസ് ഓപ്പറേഷണൽ ആൻഡ് പ്ലാനിംഗ് പ്രോബ്ലംസ് ഓഫ് ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രി. ബിസിനസ്സിലെയും അതേപോലെ തന്നെ ഇൻഡസ്ട്രീസിലെയും ഓപ്പറേഷണൽ അതേപോലെ തന്നെ പ്ലാനിങ് ഈ ഏരിയകളിൽ വരുന്ന പ്രശ്നങ്ങൾക്ക് നമുക്ക് റിസർച്ചിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, പരിഹാരം കാണാൻ പറ്റും. ഓപ്പറേഷണൽ പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളാണ്. പ്ലാനിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് ആണ്. വാട്ട് ഈസ് ടു ബി ഡൺ, ഹൗ ഇറ്റ് ഈസ് ടു ബി ഡൺ, വെൻ ഇറ്റ് ഈസ് ടു ബി ഡൺ ആൻഡ് ഹൂ ഇറ്റ് ഈസ് ടു ബി ഡൺ. അപ്പോൾ ഒരു സ്ഥാപനത്തിൽ മുൻകൂട്ടി തീരുമാനിക്കേണ്ട കാര്യങ്ങൾ ഉണ്ടാകും. അത്തരം കാര്യങ്ങളിൽ ഉണ്ടാകാനിടയുള്ള പ്രതിസന്ധികളെ, റിസ്ക് ഫാക്ടേഴ്സിനെ നമുക്ക് റിസർച്ച് വഴി പഠിക്കാനും അതിന് സൊല്യൂഷൻ കണ്ടെത്താനും കഴിയുന്നു. വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്ത പോയിന്റ് നോക്കൂ. റിസർച്ച് ഹെൽപ്സ് ഇൻ പ്രോബ്ലം സോൾവിങ്. നമ്മളിത് റിസർച്ചിൻ്റെ മീനിങ് പറയുമ്പോൾ മുതലേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. റിസർച്ചിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യൂസ് എന്ന് പറയുന്നതും എന്താണ്, പ്രോബ്ലം സോൾവിങ് ആണ്. അപ്പോൾ ആ ഒരു ഏരിയയിലേക്ക് കൂടുതൽ പോകണമെന്നില്ല. നെക്സ്റ്റ് പോയിന്റ് നോക്കൂ. ഈസ് യൂസ്ഫുൾ ടു സ്റ്റുഡൻസ്, പ്രൊഫഷണൽസ്, ഫിലോസഫേഴ്സ്, ലിറ്റററി മെൻ, അനലിസ്റ്റ് ആൻഡ് ഇൻ്റലക്ച്വൽസ്. ഇതാർക്കൊക്കെ ഉപകാരപ്രദമാണെന്ന് പറയുന്നത്, സ്റ്റുഡൻസ്, അവരുടെ പഠന മേഖലകളിൽ ഒരുപാട് ഉപകാരം റിസർച്ചിലൂടെ അവർക്ക് കിട്ടുന്നുണ്ട്. പ്രൊഫഷണൽസ്, ഫിലോസഫേഴ്സ്, ലിറ്റററി മെൻ, അനലിസ്റ്റ്, ഇൻ്റലക്ച്വൽസ്, ഇവർക്കൊക്കെ അവരുടേതായിട്ടുള്ള മേഖലകളിൽ പഠനം നടത്താൻ റിസർച്ച് വളരെ ഉപകാരപ്രദമാണ്. അതാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബെനിഫിറ്റ്. അവസാനത്തെ പോയിന്റ് നോക്കൂ. നീഡ് ഫോർ റിസർച്ചിൽ അവസാനത്തെ പോയിന്റിലേക്ക് വരാം നമുക്ക്. റിസർച്ച് എൻകറേജസ് ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ചസ് ടു ഫൈൻഡ് സൊല്യൂഷൻസ് ടു പ്രോബ്ലംസ് ആൻഡ് ടു മേക്ക് ന്യൂ ഡിസ്കവറീസ്. വളരെ പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു പഠനം നടത്തുമ്പോൾ മറ്റു വിഷയങ്ങളുടെ നോളജ് അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് കൂടെ ഉൾപ്പെടുത്തിയാണ് ആ ഒരു മേഖലയിൽ പഠനം നടത്തുന്നതെങ്കിൽ അതാണ് ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പം റിസർച്ച് എന്ത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്? നമ്മളൊരു പ്രശ്നത്തിൻ്റെ മുകളിൽ, ഒരു പ്രോബ്ലത്തിൻ്റെ മുകളിൽ സൊല്യൂഷൻ കാണാൻ പഠനം നടത്തുമ്പോൾ, പുതിയ ഡിസ്കവറീസ് നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് കണ്ടെത്തുമ്പോൾ, അവിടെ നമ്മൾ റിസർച്ചിലൂടെ മറ്റു പല വിഷയങ്ങളിലെയും, അതായത് എക്കണോമിക്സ്, അക്കൗണ്ടൻസി, അതേപോലെ ബയോളജി, ഈ സബ്ജക്റ്റുകളിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് കൂടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രത്യേക മേഖലയിൽ നമ്മൾ സൊല്യൂഷൻ കണ്ടെത്തുന്നതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച് എന്ന് പറയുന്നത്. ആ ഒരു അപ്രോച്ച് കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, റിസർച്ചിൽ ഉപയോഗപ്പെടുത്തുന്നു എന്നാണ് നമുക്ക് പറയാൻ പറ്റുക. ഇത്രയും കാര്യങ്ങളാണ് റിസർച്ചിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിൻ്റെ നീഡ് എന്ന ഭാഗത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. നമുക്ക് അടുത്ത ഡിസ്കസ് ചെയ്യേണ്ട ടോപ്പിക് എന്ന് പറയുന്നത് പർപ്പസ്, എയിംസ് ഓർ ഒബ്ജക്റ്റീവ്സ് ഓഫ് റിസർച്ച് ആണ്. റിസർച്ചിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, റിസർച്ചിൻ്റെ ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ഓരോ പോയിൻ്റായിട്ട് നമുക്ക് പരിശോധിച്ച് നോക്കാം. സ്ലൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്. ടു ഫൈൻഡ് ഔട്ട് ദ ട്രൂത്ത് വിച്ച് ഈസ് ഹിഡൻ ആൻഡ് വിച്ച് ഹാസ് നോട്ട് ബീൻ ഡിസ്കവേർഡ് സോ ഫാർ. എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതുവരെ നമുക്ക് കണ്ടെത്താൻ പറ്റാത്തതും ഒളിഞ്ഞു കിടക്കുന്നതുമായിട്ടുള്ള സത്യങ്ങൾ നമുക്ക് ഏതിലൂടെ കണ്ടെത്താൻ പറ്റും? റിസർച്ചിൻ്റെ ഭാഗമായിട്ട് കണ്ടെത്താൻ കഴിയുന്നു, അല്ലെങ്കിൽ കഴിയും. അതാണ് റിസർച്ചിൻ്റെ ഒന്നാമത്തെ പ്രധാനപ്പെട്ട ലക്ഷ്യം, അല്ലേ? നമുക്ക് അറിയാം, മുൻ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? നമ്മുടെ സ്ഥാപനത്തിൽ നമുക്കൊരു പ്രശ്നം നമ്മൾ നേരിടുകയാണ്. പെട്ടെന്ന് നമ്മുടെ സ്ഥാപനത്തിലെ പ്രൊഡക്ഷൻ കുറഞ്ഞു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്താണ് അതിൻ്റെ ഫാക്റ്റ്, അതിൻ്റെ ട്രൂത്ത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവിടെ നമ്മൾ ആര് സഹായിക്കും? റിസർച്ച് നടത്തിയാൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകും, അല്ലേ? അവിടെ നമ്മൾ പഠിക്കും, ഡാറ്റ കളക്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, എംപ്ലോയീസിൻ്റെ വശത്തു നിന്നൊക്കെ ഡാറ്റ കളക്ട് ചെയ്ത് നമ്മൾ കാര്യങ്ങൾ പഠിക്കും. അതിലൂടെ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുക? എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അവിടുത്തെ മെഷീൻസൊക്കെ കാലഹരണപ്പെട്ടു. മെഷീൻസിൻ്റെ പോരായ്മ കൊണ്ടാണ് പ്രൊഡക്ഷൻ എന്ത് ചെയ്യുന്നത്, കുറയുന്നത്. അതാണ് നമ്മുടെ ട്രൂത്ത് നമ്മൾ അവിടെ ഫൈൻഡ് ചെയ്തത്. സോ നമുക്ക് എന്താണ് അവിടെ സഹായിച്ചത്? റിസർച്ചാണ്. സോ റിസർച്ചിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ് എന്ത്? ഹിഡൻ ആയിട്ടുള്ള ട്രൂത്ത് എന്ത് ചെയ്യുക, കണ്ടെത്താൻ കഴിയുന്നു എന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത പോയിന്റ് നോക്കൂ നിങ്ങൾ. ട്രൈ ടു ഇംപ്രൂവ് ടൂൾസ് ഓഫ് അനാലിസിസ് ഓർ ടു ടെസ്റ്റ് ദീസ് എഗെയിൻസ്റ്റ് ദി കോംപ്ലക്സ് ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, ഹ്യൂമൻ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ സങ്കീർണമാണ്. ഹ്യൂമണിന് ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്, അല്ലേ? അവരുടെ സൈക്കോളജി, അവരുടെ ആറ്റിറ്റ്യൂഡ്, അവരുടെ ടേസ്റ്റ്, ഇതൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ്.
അല്ലേ? അതേപോലെ തന്നെ ഒരു സ്ഥാപനം, ആ സ്ഥാപനങ്ങൾ ഓരോന്നും, പല സ്ഥാപനങ്ങളുണ്ടെങ്കിൽ ആ സ്ഥാപനങ്ങളൊക്കെ എന്താണ്, വ്യത്യസ്തമായ രീതിയിലാണ് പെർഫോം ചെയ്യുക, അല്ലേ? അപ്പം അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ്. അപ്പോൾ ഇത്തരത്തിൽ സങ്കീർണമായിട്ടുള്ള പ്രത്യേകതകളുള്ള ഹ്യൂമൻ ബിഹേവിയറും ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ക്യാരക്ടേഴ്സൊക്കെ നമുക്ക് റിസർച്ച് എന്ന ടൂൾസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിശകലനം ചെയ്യാൻ പറ്റും. സങ്കീർണത എല്ലാം തുടച്ചു നീക്കിക്കൊണ്ട് അത്തരം ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള എല്ലാ മേഖലകളിലും എത്തിച്ചേരാൻ ഏതിനെ കൊണ്ട് കഴിയും, റിസർച്ചിനെ കൊണ്ട് കഴിയും. അതാണ് മറ്റൊരു ഒബ്ജക്റ്റീവ്. മൂന്നാമത്തെ നോക്കൂ നിങ്ങൾ, എയിംസ് അറ്റ് അഡ്വാൻസിങ് സിസ്റ്റമാറ്റിക് നോളജ് ആൻഡ് ഫോർമുലേറ്റിംഗ് ബേസിക് തിയറീസ്. ചിട്ടയായ അറിവുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, അഡ്വാൻസ് ചെയ്യാൻ പറ്റുന്നു, എൻഹാൻസ് ചെയ്യാൻ പറ്റുന്നു, അതിൻ്റെ ക്വാളിറ്റി നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നു. അതുവഴി നമുക്ക് കൃത്യമായ തിയറികൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു, ഫോർമുലേറ്റ് ചെയ്യാൻ കഴിയുന്നു. നമുക്കറിയാം, നമുക്ക് ലഭിക്കുന്ന നോളജുകളെല്ലാം എല്ലായ്പ്പോഴും എന്താകണമെന്നില്ല, പൂർണ്ണമാകണമെന്നില്ല. അപ്പം അത്തരത്തിലുള്ള ഇൻഫർമേഷൻസിനെ നമുക്ക് പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ റിസർച്ച് വഴി എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ ഡാറ്റകൾ കളക്ട് ചെയ്ത് പഠനങ്ങൾ നടത്തി അതുവഴി ലഭിക്കുന്ന നോളജ് ഫാക്റ്റ് നമ്മുടെ അറിവിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കും. അല്ലെങ്കിൽ നമ്മുടെ നോളജിൻ്റെ ക്വാളിറ്റി, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള നമ്മുടെ നോളജിൻ്റെ ക്വാളിറ്റി എന്ത് ചെയ്യാൻ പറ്റും, വർദ്ധിപ്പിക്കാൻ പറ്റും. അതാണ് റിസർച്ചിൻ്റെ മറ്റൊരു എയിം എന്ന് പറയുന്നത്. എയിംസ് അറ്റ് അഡ്വാൻസിങ് സിസ്റ്റമാറ്റിക് നോളജ് ആൻഡ് ഫോർമുലേറ്റിംഗ് ബേസിക് തിയറീസ്. അവസാനത്തെ ഒരു പോയിന്റ് കൂടെ നോക്കൂ. ടു പ്രൊവൈഡ് ആൻ എഡ്യൂക്കേഷണൽ പ്രോഗ്രാം ഇൻ അക്യുമുലേറ്റഡ് നോളജ് ഓഫ് ഗ്രൂപ്പ് ഡൈനാമിക്സ്, ഇൻ സ്കിൽസ് ഓഫ് റിസർച്ച്, ഇൻ ടെക്നിക്സ് ഓഫ് ട്രെയിനിങ് ലീഡേഴ്സ് ആൻഡ് ഇൻ സോഷ്യൽ ആക്ഷൻ. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. ഒരു എഡ്യൂക്കേഷണൽ പ്രോഗ്രാം നമുക്ക് റിസർച്ചിൻ്റെ ഭാഗമായിട്ട് കൊടുക്കാൻ പറ്റുന്നു. നമുക്കറിയാം, നമുക്ക് തന്നെ ഒരു പാഠ്യപദ്ധതിയാണ് റിസർച്ച് എന്ന് പറയുന്നത്, അല്ലേ? ഈ ഒരു 5th സെമ്മിലെ സബ്ജക്റ്റായിട്ട് വരികയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത്തരം പാഠ്യ പദ്ധതിയിലൂടെ അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ പ്രോഗ്രാമുകളിലൂടെ നമുക്ക് എന്തൊക്കെ വർദ്ധിപ്പിക്കാൻ പറ്റുന്നു, റിസർച്ച് എന്നുള്ള സ്കില്ല് നമ്മളിലേക്ക് വളർത്താൻ പറ്റുന്നു. നമ്മൾ ആദ്യമായിട്ടാണ് പഠിക്കുന്നത്, അല്ലേ? പിന്നെയോ ടെക്നിക്സ് ഓഫ് ട്രെയിനിങ് ലീഡേഴ്സിനെ ട്രെയിൻ ചെയ്യാൻ ആവശ്യമായ ടെക്നിക്കുകൾ നമുക്ക് റിസർച്ചിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, കൊണ്ടുവരാൻ കഴിയുന്നു. അതുവഴി സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഹ്യൂമൻ ബീയിങ്സ് ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. സോഷ്യൽ ആക്ഷന്, സമൂഹത്തിലെ ആക്ഷൻ പ്രവൃത്തികൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഹ്യൂമൻ ബീയിങ്സിനെ നമുക്ക് മാറ്റാൻ കഴിയുന്നു. ഇതൊക്കെയാണ് ഏതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, റിസർച്ചിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലിമിറ്റേഷൻസ് ഓഫ് റിസർച്ച് ആണ്. റിസർച്ചിൻ്റെ പരിമിതികൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ പോരായ്മകൾ എന്തൊക്കെയാണ്, അതാണ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ റിസർച്ചിൻ്റെ ഒരുപാട് നല്ല വശങ്ങൾ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ കുറച്ച് നെഗറ്റീവ് സൈഡ് എന്തൊക്കെയാണ് റിസർച്ചിൻ്റെ പരിമിതികൾ, പോരായ്മകൾ, അതാണ് നമുക്ക് ഇനി കണ്ടെത്തേണ്ടത്. അപ്പോൾ ഓരോ പോയിൻ്റായിട്ട് നോക്കൂ. ഫസ്റ്റ് പോയിന്റ് ഇതാണ് പറയുന്നത്, കൺക്ലൂഷൻസ് ഇൻ റിസർച്ച് ആർ ബേസ്ഡ് അപ്പോൺ ഡാറ്റ കളക്റ്റഡ്. Therefore, when the data collected are not valid or adequate, the conclusion will not be conclusive or appropriate. എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പം റിസർച്ചിൻ്റെ നിഗമനങ്ങൾ അത് ആശ്രയിച്ചിരിക്കുന്നത് നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റ അത് വാലിഡ് അല്ല അല്ലെങ്കിൽ പര്യാപ്തമല്ല എങ്കിൽ എന്തായിരിക്കും സ്ഥിതി? നമ്മൾ ആ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ എത്തിച്ചേരുന്ന നിഗമനവും എന്തായിരിക്കും? അപര്യാപ്തമായിരിക്കും. അപ്പോൾ റിസർച്ചിൻ്റെ സക്സസ് വളരെ അധികം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും എന്തിനെ തന്നെയാണ്? നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റയാണ്. അപ്പം ഡാറ്റയുടെ അപര്യാപ്തത റിസർച്ചിനെയും കാര്യമായിട്ട് ബാധിക്കും. അതാണ് റിസർച്ചിൻ്റെ വളരെ പ്രധാനപ്പെട്ടൊരു പോരായ്മ. മറ്റൊന്ന്, ആക്ടിവിറ്റീസ് ഇൻ എ സൊസൈറ്റി ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ വേരിയസ് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. അപ്പോൾ ഒരു സൊസൈറ്റിയിലെ പ്രവർത്തനങ്ങളെ ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള ഘടകങ്ങൾ സ്വാധീനിക്കുന്നു. തീർച്ചയായിട്ടും റിസർച്ചിന് അവിടെ പ്രസക്തിയുണ്ട് ഈ ഒരു ഘടകവുമായിട്ട്. എങ്ങനെയാണ്? നമുക്കറിയാം, ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ സ്ഥാപനത്തിന് ചെറിയ രീതിയിലൊക്കെ നിയന്ത്രണങ്ങൾ ഉണ്ടാകും. എന്നാൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ബിയോണ്ട് ദി കൺട്രോൾ ഓഫ് ആൻ ഓർഗനൈസേഷൻ ആണ്. ഒരു സ്ഥാപനത്തിൻ്റെ അധികാര പരിധിക്കും അപ്പുറത്ത് നിൽക്കുന്നവയാണ്. അപ്പോൾ ഈ എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അത് റിസർച്ചിനെയും എന്ത് ചെയ്യും? വളരെ കാര്യമായിട്ട് ബാധിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും ഒരു ടോപ്പിക്കിൻ്റെ മുകളിൽ. അപ്പോഴാണ് ലീഗലി ആ ഒരു റിസർച്ച് എന്തല്ല, വാലിഡ് അല്ല എന്ന് വരികയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു എക്സ്റ്റേണൽ ഫാക്ടറാണ് ലീഗൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? റിസർച്ച് നിർത്തിവെക്കേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ റിസർച്ച് അവസാനിപ്പിക്കേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഘടകങ്ങളുണ്ട്, അല്ലേ? സോഷ്യൽ ഫാക്ടേഴ്സ്, എക്കണോമിക് ഫാക്ടേഴ്സ്, ലീഗൽ ഫാക്ടേഴ്സ്, ടെക്നിക്കൽ ഫാക്ടേഴ്സ്, ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? എക്സ്റ്റേണൽ ഫാക്ടേഴ്സായി വരുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന മാറ്റങ്ങൾ തീർച്ചയായിട്ടും റിസർച്ചിനെയും എന്ത് ചെയ്യും? കാര്യമായിട്ട് ബാധിക്കുക തന്നെ ചെയ്യും. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കൂ. സ്മോൾ ഓർഗനൈസേഷൻസ് കനോട്ട്
എഫോർഡ് ടു ഹാവ് റിസർച്ച് ഓൺ വേരിയസ് ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറിയ സംരംഭങ്ങൾക്ക് ഈ റിസർച്ചുമായി വരുന്ന വലിയ ചിലവുകൾ എന്ത് ചെയ്യാൻ പറ്റില്ല? എഫോർഡ് ചെയ്യാൻ പറ്റില്ല, താങ്ങാൻ പറ്റില്ല. മനസ്സിലായില്ലേ? കാരണം എന്താണ്? ഈ റിസർച്ചുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചിലവുകളുണ്ട്. ഡാറ്റ കളക്ഷൻ ഒന്നും അത്ര എളുപ്പത്തിൽ കഴിയുന്നതല്ല. ഡാറ്റ കളക്ട് ചെയ്യാൻ നമുക്ക് ഒരുപാട് കോസ്റ്റ്ലിയാണ്. ഇൻ്റർവ്യൂ നടത്തേണ്ടി വരും, എക്സ്പേർട്ടിന് ഇൻ്റർവ്യൂ ചെയ്യേണ്ടി വരും. അപ്പോൾ അവിടെ നമുക്ക് കോസ്റ്റ്ലിയാണ്. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇത്തരത്തിൽ അനാലിസിസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള ടെക്നിക്കൽ ടൂൾസ് വേണ്ടി വരും. അതൊക്കെ നമുക്ക് റിസർച്ചിൻ്റെ ഭാഗമായിട്ട് വരുന്ന കോസ്റ്റാണ്. അപ്പം ചെറിയ സംരംഭങ്ങൾക്ക് അത്രയും വലിയ കോസ്റ്റ് മുടക്കിക്കൊണ്ട് റിസർച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ അവിടെ തന്നെ സോൾവ് ചെയ്യാണ്ട് കിടക്കാനും മതി. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് റിസർച്ചിൻ്റെ മറ്റൊരു പോരായ്മയാണ്, കോസ്റ്റ് ഏരിയ. അവസാനമായിട്ട് മറ്റൊരു പോയിന്റ് കൂടെ നമുക്ക് ലിമിറ്റേഷൻസിൽ ഡിസ്കസ് ചെയ്യാം. റിസർച്ച് ഈസ് യൂഷ്വലി ബേസ്ഡ് ഓൺ സാമ്പിൾ സ്റ്റഡീസ്, ബട്ട് ഇൻ മെനി കേസസ് സാമ്പിൾസ് ആർ നോട്ട് ട്രൂ റെപ്രസെൻറ്റേറ്റീവ്സ്. ദെർഫോർ ദ റിസർച്ച് റിപ്പോർട്ട് ബേസ്ഡ് ഓൺ ദീസ് സാമ്പിൾസ് മെ നോട്ട് ബി ആക്യുറേറ്റ്. റിസർച്ച് ആശ്രയിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും എന്തിനെയാണ്? സാമ്പിൾസിനെയാണ്. എന്നാൽ പല സമയത്തും നമുക്കറിയാം സാമ്പിൾ ഒരിക്കലും എന്താകുന്നില്ല, ശരിയായ ഒരു പ്രതിനിധിയായിട്ട് നിൽക്കുന്നില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ റിസർച്ച് റിപ്പോർട്ട് ഈ ഒരു സാമ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് ഉള്ളതെങ്കിൽ ആ സാമ്പിൾ വാലിഡ് അല്ല എങ്കിൽ, പ്രോപ്പറായിട്ടുള്ള ഒരു റെപ്രസെൻറ്റേറ്റീവ് അല്ല ഈ സാമ്പിൾ എങ്കിൽ, നമ്മുടെ റിസർച്ചും എന്തായിരിക്കില്ല? ആക്യുറേറ്റ് ആയിരിക്കില്ല. ഉദാഹരണം, നമുക്ക് ഒരു 1000 പോപ്പുലേഷൻ നിന്നാണ് റിസർച്ച് നടത്തേണ്ടതെന്ന് ഇരിക്കുക. മൊത്തം 1000 പേരുണ്ട്. നമുക്ക് ഈ 1000 പേരിലും റിസർച്ച് നടത്തുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, പോസിബിൾ അല്ല പെട്ടെന്ന്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ 1000ൻ്റെ പ്രതിനിധിയായിക്കൊണ്ട് 50 സാമ്പിൾ നമ്മൾ അവരിൽ നിന്ന് സെലക്ട് ചെയ്യുക. ഈ 50 പേരിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡാറ്റ കളക്ട് ചെയ്യുന്നതും സ്റ്റഡി നടന്നതൊക്കെ. ഇനി ഈ 50 പേരും എന്തല്ല? പ്രോപ്പറായിട്ടുള്ള റെപ്രസെൻറ്റേറ്റീവ് അല്ല, നമുക്ക് കൃത്യമായിട്ടുള്ള ഡാറ്റ തരാൻ പറ്റിയവരല്ല ഈ സാമ്പിൾ എങ്കിൽ നമ്മുടെ റിസർച്ച് എന്ത് ചെയ്യും? ഒരിക്കലും സക്സസ് ആവില്ല, അത് ഫെയിലിയർ ആകും. കാരണം ആ സാമ്പിൾ എന്തല്ല? വാലിഡ് അല്ല. ദാറ്റ് മീൻസ് ആ സാമ്പിൾ ഈസ് നോട്ട് എ ട്രൂ റെപ്രസെൻറ്റേറ്റീവ്. ആ സാമ്പിൾ ഒരിക്കലും എന്തല്ല? നമ്മുടെ ആ പോപ്പുലേഷൻ്റെ ട്രൂ റെപ്രസെൻറ്റേറ്റീവ് അല്ല. അതുകൊണ്ട് നമ്മുടെ റിസർച്ചും എന്തായിരിക്കും? ഫെയിലിയർ ആയിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് റിസർച്ചിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ലിമിറ്റേഷൻസിൽ പറയാനുള്ളത്. ഓക്കെ, നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്, എസ്എ ക്വസ്റ്റ്യനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ഏരിയയാണ് റിസർച്ച് പ്രോസസ്സ്. എങ്ങനെ ഒരു റിസർച്ച് നമുക്ക് ചെയ്യാൻ പറ്റും? ഒരു റിസർച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ വിവിധ ഘട്ടങ്ങൾ ഏതൊക്കെയാണ്? ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത്. വളരെ പ്രധാനപ്പെട്ടതാണ്, എസ്എയ്ക്കൊക്കെ ചോദിക്കാൻ വളരെ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഓരോ പോയിൻറ്റ്സ് ആയിട്ടൊന്ന് വായിക്കാം. റിസർച്ചിൻ്റെ വിവിധ ഘട്ടങ്ങൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഇതാണ്, ഫോർമുലേറ്റിംഗ് ദ റിസർച്ച് പ്രോബ്ലം. സെക്കൻഡ് വൺ, എക്സ്റ്റെൻസീവ് ലിറ്ററേച്ചർ സർവേ. തേർഡ് വൺ, ഡെവലപ്പിംഗ് ദി ഹൈപ്പോത്തിസിസ്. ഫോർത്ത് വൺ, പ്രിപ്പയറിംഗ് ദി റിസർച്ച് ഡിസൈൻ. ഫിഫ്ത്ത് വൺ, ഡിറ്റർമിനിങ് സാമ്പിൾ ഡിസൈൻ. സിക്സ്ത് വൺ, collecting the data. Seventh one, execution of the project. Eighth one, analysis of data. Ninth one, hypothesis testing. Tenth one, generalizations and interpretation. 11th one, preparation of the report or presentation of the results. അപ്പോൾ നമുക്ക് റിസർച്ച് പ്രോസസ്സ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ അതിൽ ഒന്നാമത്തെ പോയിന്റ് നമ്മൾ പരിശോധിക്കുകയാണ്, ഫോർമുലേറ്റിംഗ് ദി റിസർച്ച് പ്രോബ്ലം. ഇപ്പോൾ ഒരു റിസർച്ച് തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു റിസർച്ച് പ്രോബ്ലം സെറ്റ് എന്നാണ്. ഈ റിസർച്ച് പ്രോബ്ലം 2 തരത്തിലുണ്ട്. ഒന്ന് ദോസ് വിച്ച് റിലേറ്റ് ടു സ്റ്റേറ്റ് ഓഫ് നാച്ചർ, മറ്റൊന്ന് ദോസ് വിച്ച് റിലേറ്റ് ടു റിലേഷൻ ബിറ്റ്വീൻ വേരിയബിൾസ് ആണ്. അതിൽ ഒന്നാമത്തെ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ ഐറ്റംസിനെ പറ്റി മാത്രമേ പഠിക്കുകയുള്ളൂ. 2 വേരിയബിൾ ഉണ്ടാവില്ല, ഒരു സിംഗിൾ വേരിയബിൾ മാത്രമാണ് അവിടെ ഉണ്ടാവുള്ളൂ. നമ്മൾ ഉദാഹരണം നോക്കാം. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ഹാബിറ്റ്സ് ആണ്. പീപ്പിളിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഹാബിറ്റ് ആണെങ്കിൽ അവിടെ ഒരു വേരിയബിളേ ഉള്ളൂ, ഇൻവെസ്റ്റ്മെൻറ്റ് ഹാബിറ്റ് ഓഫ് പീപ്പിൾ എന്ന് മാത്രമേ ഉള്ളൂ. നേരെ മറിച്ച് നമ്മൾ പഠിക്കുന്നത് 2 വേരിയബിൾ ഉള്ളതാണെങ്കിലോ, 2 വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? എഫക്റ്റീവ്നെസ് ഓഫ് ബാങ്കിങ് പെർഫോമൻസ് ഇൻ റിലേഷൻ വിത്ത് സേവിങ് ഹാബിറ്റ്സ് ഓഫ് പീപ്പിൾ. അപ്പോൾ ഒരു ബാങ്കിങ്ങിൻ്റെ പെർഫോമൻസ് എത്രത്തോളം ഉണ്ട് എന്തുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ജനങ്ങളുടെ സേവിങ് ഹാബിറ്റ് അത് വെച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ് ഈ ബാങ്കിൻ്റെ സക്സസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ അവിടെ 2 വേരിയബിളാണ്. അതാണ് ഈ രണ്ടാമത് പറയുന്നത്, ദോസ് റിലേറ്റ് ടു റിലേഷൻ ബിറ്റ്വീൻ വേരിയബിൾസ്. അപ്പം നമ്മൾ അൾട്ടിമേറ്റ് ആയിട്ട് ആദ്യമേ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റിസർച്ചിൻ്റെ പ്രോബ്ലം എന്ത് ചെയ്യുക? സെറ്റ് ചെയ്ത് വെക്കുക എന്നതാണ്. ആ ഒരു പ്രോബ്ലത്തെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ റിസർച്ച് മുന്നോട്ട് കൊണ്ടുപോകുക. ഓക്കെ, അതാണ് ആ ഒരു പോയിന്റിൽ പറയാനുള്ളത്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ പോയിന്റ് നോക്കാം. സെക്കൻഡ് പോയിന്റാണ് എക്സ്റ്റെൻസീവ് ലിറ്ററേച്ചർ സർവേ. അപ്പോൾ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ആദ്യത്തെ ഘട്ടത്തിൽ പ്രോബ്ലം ഫോർമുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ നമ്മൾ പ്രോബ്ലം ഫോർമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത ഘട്ടമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഒരു ബ്രീഫ് സമ്മറി, നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ഒരു റിസർച്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ബ്രീഫ് സമ്മറി, ഒരു ബ്ലൂ പ്രിൻറ്റ് നമ്മൾ എന്ത് ചെയ്യുക? ക്രിയേറ്റ് ചെയ്ത് വെക്കണം.
ഈ പറയുന്ന PhD അതേപോലെയുള്ള മറ്റ് ചെറിയ പ്രൊജക്റ്റൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഈ ഒരു സിനോപ്സിസ് അല്ലെങ്കിൽ ഈ ഒരു മിനി പ്രൊജക്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? സബ്മിറ്റ് ചെയ്യണം. ആ ഒരു മിനി പ്രൊജക്റ്റ് ആണ് അല്ലെങ്കിൽ മിനി റിസർച്ച് വർക്കിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലിറ്ററേച്ചർ സർവേ എന്ന് പറയാം. മനസ്സിലായില്ലേ? അത് നമ്മൾ ഈ പറയുന്ന ഏതാണോ ഈ പറയുന്ന റിസർച്ചിൻ്റെ കമ്മിറ്റി, ആ റിസർച്ച് കമ്മിറ്റിക്കായിരിക്കും നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരിക. അപ്പോൾ നമ്മളൊരു കോളേജിലാണ് റിസർച്ച് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ആരാണോ നമ്മുടെ ഗൈഡ്, ആ ഗൈഡിന് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ആ ഒരു മിനി റിപ്പോർട്ട് നമ്മൾ കൊടുക്കണം. അതിനെയാണ് നമ്മൾ ലിറ്ററേച്ചർ സർവേ എന്ന് പറയുന്നത്. ആ ഒരു ലിറ്ററേച്ചർ സർവേയിൽ ഈ പറയുന്ന നമ്മുടെ റിസർച്ചിൻ്റെ ഒബ്ജക്റ്റീവ്, അതിൻ്റെ ഏരിയ, അതിൻ്റെ സ്കോപ്പ്, അതിൻ്റെ ലിമിറ്റേഷൻ, ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? കണ്ടൻ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക. അതാണ് ലിറ്ററേച്ചർ സർവേ എന്ന് പറയുന്നത്. നമ്മൾ റിസർച്ച് പ്രോസസ്സിൻ്റെ മൂന്നാമത്തെ സ്റ്റേജിലേക്ക് കിടക്കുകയാണ്. മൂന്നാമത്തെ സ്റ്റേജ് ഡെവലപ്മെൻറ്റ് ഓഫ് വർക്കിംഗ് ഹൈപ്പോത്തസിസ് ആണ്. അപ്പോൾ നമ്മുടെ എക്സ്റ്റെൻസീവ് ലിറ്ററേച്ചർ സർവേ രണ്ടാമത്തെ ഘട്ടത്തിൽ അവസാനിച്ചിരിക്കുകയാണ്. മൂന്നാമത്തെ സ്റ്റേജാണ് ഹൈപ്പോത്തസിസ് ഫോർമുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ് ഹൈപ്പോത്തസിസ് എന്നാണ് ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടത്. സോ നോക്കാം. ഹൈപ്പോത്തസിസ് ആർ ടെൻറ്റേറ്റീവ് അസംഷൻസ് മെയ്ഡ് ഇൻ ഓർഡർ ടു ഡ്രോ ഔട്ട് ആൻഡ് ടെസ്റ്റ് ഇറ്റ്സ് ലോജിക്കൽ ഓർ എംപിരിക്കൽ കോൺസിക്വൻസസ് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പോകുന്ന റിസർച്ച്, അതുമായി ബന്ധപ്പെട്ട് ഒരു റിസർച്ചർ ഫോം ചെയ്യുന്ന ടെൻറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ പരീക്ഷണാർത്ഥമുള്ള, അത് ശരിയാകണമെന്നില്ല അല്ലേ, അസംഷൻ, ഊഹം, അല്ലെങ്കിൽ ഒരു ടെൻറ്റേറ്റീവ് കൺക്ലൂഷൻ, പരീക്ഷണാർത്ഥത്തിലുള്ള ഒരു കൺക്ലൂഷനാണ് ഏതെന്ന് പറയുന്നത്? ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. ഉദാഹരണം, നമ്മൾ വിദ്യാർത്ഥികളുടെ പഠനവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ടോപ്പിക്കാണ് റിസർച്ചായി എടുത്തെന്നിരിക്കാം. അപ്പോൾ നമുക്കിവിടെ ഹൈപ്പോത്തിസിസ് ആയിട്ട് റിസർച്ചർ വെക്കാൻ പോകുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൃത്യമായി കഴിക്കാത്ത കുട്ടികളെക്കാളും മാർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൃത്യമായി കഴിക്കുന്ന കുട്ടികൾക്ക് ലഭിക്കുന്നു. അതൊരു ഹൈപ്പോത്തിസിസ് ആണ്. കാരണം എന്താണ്? അവിടെ രണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഈ പറയുന്നതിൽ ഏതെങ്കിലും ഒന്നായിരിക്കാം എന്ത് ശരിയായി വരിക. അപ്പോൾ ഇതാണ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. ഇത് ടെസ്റ്റ് ചെയ്യപ്പെടും. സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ ഉപയോഗിച്ച് റിസർച്ചിൻ്റെ ഭാഗമായി ഇത് ടെസ്റ്റ് ചെയ്ത് നമ്മൾ റിസർച്ച് കഴിയുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക, ഇതിലേതാണ് ട്രൂ, ഏതാണ് ഫാൾസ് എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഓർമ്മിക്കേണ്ട കാര്യം, ഈ ഹൈപ്പോത്തിസിസ് ആണ് റിസർച്ചിൻ്റെ മുന്നോട്ടുള്ള സുഗമമായിട്ടുള്ള നടത്തിപ്പിന് സഹായകരമാകുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇതെന്താണ്? ഒരു വഴികാട്ടിയാണ്. റിസർച്ചറെ സംബന്ധിച്ചിടത്തോളം ഒരു ഗൈഡാണ്. അതായത് ഏത് ഏരിയയിലൂടെയൊക്കെ കടന്നു പോകണം, മനസ്സിലായില്ലേ? ഒരു റൈറ്റ് ട്രാക്ക് എന്ത് ചെയ്യും ഒരു റിസർച്ചർക്ക് നൽകുന്നതാണ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് നമുക്ക് ഈ ഒരു പോയിന്റിൽ പറയാനുള്ളത്. അപ്പോൾ നമ്മൾ റിസർച്ച് പ്രോസസ്സിൻ്റെ നാലാമത്തെ സ്റ്റേജിലേക്കാണ് കിടക്കുന്നത്. നാലാമത്തെ സ്റ്റേജിൻ്റെ പേര് പ്രിപ്പയറിംഗ് ദ റിസർച്ച് ഡിസൈൻ എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് റിസർച്ച് ഡിസൈൻ എന്ന് നോക്കാം. ഓക്കെ, ദ റിസർച്ചർ വിൽ ഹാവ് റിക്വയർഡ് ടു പ്രിപ്പയർ ദി കൺസെപ്ച്വൽ സ്ട്രക്ചർ വിത്തിൻ വിച്ച് റിസർച്ച് വുഡ് ബി കണ്ടക്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റിസർച്ചർക്ക് അയാൾ റിസർച്ചിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായിട്ട് അയാൾ ചെയ്യാൻ പോകുന്ന റിസർച്ച് വർക്കിൻ്റെ ഒരു ചട്ടക്കൂട് അയാൾക്ക് തയ്യാറാക്കണം എന്ന് പറഞ്ഞാൽ പ്ലാനാണ്. ഓക്കെ, നമ്മൾ ഏത് രീതിയിലാണ് റിസർച്ച് കണ്ടക്ട് ചെയ്യേണ്ടത്, ഏതൊക്കെ ഡാറ്റയാണ് കളക്ട് ചെയ്യേണ്ടത്, ഏതൊക്കെ സോഴ്സുകളിലൂടെയാണ് ഈ ഡാറ്റ കളക്ഷന് വേണ്ടിയിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്, ഏതൊക്കെ പേഴ്സണാലിറ്റീസിനെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്, റിസർച്ചുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി തയ്യാറാക്കുന്ന ഒരു ചട്ടക്കൂടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റിസർച്ച് ഡിസൈൻ. റിസർച്ചിൻ്റെ ഒരു രൂപം ആണ് ഏതെന്ന് പറയുന്നത്? റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു റിസർച്ച് ഡിസൈൻ ഉള്ളത് കൊണ്ടുള്ള നേട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കിവിടെ കാണാൻ പറ്റും സ്ലൈഡിൽ തന്നെ. കളക്ഷൻ ഓഫ് ഡാറ്റ ആയിക്കോട്ടെ, അതേപോലെ തന്നെ മറ്റുള്ള ചിലവുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പരിധിവരെ ഈ റിസർച്ച് ഡിസൈനിലൂടെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അത് മാത്രമല്ല, കുറഞ്ഞ എഫേർട്ട്, കുറച്ച് സമയം മാത്രം എടുത്തുകൊണ്ട് നമുക്ക് റിസർച്ചിൻ്റെ എൻ്റയർ പ്രോസസ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നതാണ് റിസർച്ച് ഡിസൈനിൻ്റെ മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് റിസർച്ച് പ്രോസസ്സിലെ അടുത്ത ഘട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അഞ്ചാമത്തെ സ്റ്റേജാണ് ഡിറ്റർമിനിങ് സാമ്പിൾ ഡിസൈൻ. ഓക്കെ, അപ്പം ഈ ഒരു സ്റ്റേജിൽ നമുക്ക് എന്താണ് സാമ്പിൾ, അതേപോലെ എന്താണ് പോപ്പുലേഷൻ, ഇതൊക്കെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. ശ്രദ്ധിക്കുക. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് പോപ്പുലേഷൻ അല്ലെങ്കിൽ എന്താണ് യൂണിവേഴ്സ്. ഓൾ ദി ഐറ്റംസ് അണ്ടർ കൺസിഡറേഷൻ ഇൻ എനി ഫീൽഡ് ഓഫ് എൻക്വയറി കോൺസ്റ്റിറ്റ്യൂട്ട് എ യൂണിവേഴ്സ് ഓർ പോപ്പുലേഷൻ. ഒരു പഠനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പരിഗണിക്കുന്ന മുഴുവൻ ഐറ്റംസിനെയും മുഴുവൻ പേരെയുമാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പോപ്പുലേഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സ് എന്ന് പറയുന്നത്. ഉദാഹരണം, വില്യാപ്പള്ളി പഞ്ചായത്ത് ആണ് നമ്മുടെ പഠനത്തിൻ്റെ ഏരിയ എങ്കിൽ അവിടെയുള്ള മുഴുവൻ പേരും എന്താണ്? നമ്മുടെ പോപ്പുലേഷനാണ്, നമ്മളെ യൂണിവേഴ്സാണ്. ഓക്കെ, എ കംപ്ലീറ്റ് എന്യൂമറേഷൻ ഓഫ് ഓൾ ദി ഐറ്റംസ് ഇൻ ദി പോപ്പുലേഷൻ ഈസ് നോൺ ആസ് സെൻസസ് എൻക്വയറി. ഇത്തരത്തിൽ എല്ലാവരെയും നമ്മൾ എന്ത് ചെയ്യുക? ഈ പഠനത്തിൻ്റെ ഭാഗമായിട്ട് പരിഗണിക്കുകയാണ്, മെഷർ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സെൻസസ് എൻക്വയറി എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ വില്യാപ്പള്ളി പഞ്ചായത്തിലെ
ഒരാളെയും മാറ്റി നിർത്താതെ മുഴുവൻ പേരെയും പഠനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതെന്താണ് സെൻസസ് എൻക്വയറി എന്നാണ് പറയുന്നത്. ഓക്കെ, it can be presumed that in such an inquiry, when all the items are covered, no element of chance is left and highest accuracy is obtained. അത്തരത്തിൽ നമ്മൾ മുഴുവൻ എലമെൻറ്റും കൺസിഡർ ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊജക്റ്റിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ റിസർച്ചിൻ്റെ എന്താണ് വർദ്ധിക്കുന്നത്? കൃത്യത അവിടെ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ബട്ട് ഇൻ പ്രാക്ടീസ് ദിസ് മെ നോട്ട് ബി ട്രൂ. പക്ഷെങ്കിൽ പ്രായോഗികമായിട്ടിത് ശരിയാകില്ല. എന്താണ് അങ്ങനെ പറയാൻ കാരണം? നമ്മൾ ഇല്യാപ്പള്ളി പഞ്ചായത്തിലെ മുഴുവൻ പേരെയും കവർ ചെയ്തുകൊണ്ടൊരു റിസർച്ച് നടത്തുക എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയമെടുക്കും, ഒരുപാട് ചിലവുണ്ടാകും. ഇനി കുറച്ചുകൂടി വലിയൊരു റിസർച്ചാണ് നമ്മൾ ചെയ്യുന്നത്, ഒരു ജില്ലയെ കവർ ചെയ്തിട്ടാണെങ്കിലോ ആ ജില്ലയിലെ മുഴുവൻ പേരെ നമുക്ക് കവർ ചെയ്യാൻ പറ്റുമോ? ചിന്തിക്കാൻ പോലും കഴിയില്ല. അതുകൊണ്ട് അത് പ്രായോഗികമല്ല. Even the slightest element of bias in such an inquiry will get larger and larger as the number of observations increase. ഇത്തരത്തിൽ ഒബ്സർവേഷൻസിൻ്റെ എണ്ണം കൂടുമ്പോൾ, പോപ്പുലേഷൻ വലുതാകുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ ബയാസ് വർദ്ധിക്കും. പലരും വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് അഭിപ്രായങ്ങൾ വന്നേക്കാം. അതാണ് പക്ഷാഭേദങ്ങൾ ഉണ്ടാകാം, അല്ലേ? പക്ഷാവാദങ്ങൾ കൂടി വരും. അപ്പോൾ റിസർച്ചർക്ക് ഒരു അനുമാനത്തിലെത്താൻ ബുദ്ധിമുട്ടായിരിക്കും. അതും ഇതിൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ് സാമ്പിൾ. നിങ്ങൾക്കത് സ്ലൈഡിൽ കാണാൻ പറ്റുന്നില്ലായിരിക്കാം, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം എന്താണ് സാമ്പിൾ. സോ സാമ്പിൾ ഈസ് ദി റെപ്രസെൻറ്റേറ്റീവ് യൂണിറ്റ് ഓഫ് ഹോൾ പോപ്പുലേഷൻ. മൊത്തം പോപ്പുലേഷനെയും പ്രതിനിധീകരിക്കുന്ന യൂണിറ്റാണ് എന്തെന്ന് പറയുന്നത്? സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ റിസർച്ച് എന്താണ് പരിഗണിക്കുക? സാമ്പിളാണ് സെലക്ട് ചെയ്യുക. ഇപ്പം വില്യാപ്പള്ളി പഞ്ചായത്തിലെ മുഴുവൻ പേരെയും അവിടെ എന്ത് ചെയ്യില്ല? ഇൻ്റർവ്യൂ ചെയ്യില്ല, അല്ലെങ്കിൽ ഡാറ്റ കളക്ഷന് പരിഗണിക്കില്ല. അവരിൽ നിന്ന് കുറച്ച് പേരെ എന്ത് ചെയ്യാണ്? അവരുടെ മൊത്തം പോപ്പുലേഷൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ആ സാമ്പിളിലാണ് എന്ത് നടത്തുന്നത്? പഠനം നടത്തുക. ഓക്കെ, ഇപ്പോൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. അതാണ് സാമ്പിൾ ഡിസൈൻ. അതിൽ 50 പേര് വേണോ, 100 പേര് വേണോ, അല്ലെങ്കിൽ 200 പേര് വേണോ, അങ്ങനെ തീരുമാനിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സാമ്പിൾ ഡിസൈൻ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ റിസർച്ച് പ്രോസസ്സിൻ്റെ അടുത്ത ഘട്ടത്തിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. 6ാമത്തെ സ്റ്റേജാണ് കളക്ടിങ് ദി ഡാറ്റ. അപ്പോൾ നമുക്ക് എന്താണ് ഈ ഒരു സ്റ്റേജിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ഇൻ ഡീലിംഗ് വിത്ത് എനി റിയൽ ലൈഫ് പ്രോബ്ലം ഇറ്റ് ഈസ് ഓഫൺ ഫൗണ്ട് ദാറ്റ് ദി ഡാറ്റ അറ്റ് ഹാൻഡ് ആർ ഇനാഡിക്വേറ്റ്. അപ്പം എന്താണ് പറയുന്നത്? നമ്മൾ ഏതൊരു റിയൽ ലൈഫ് പ്രോബ്ലം നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ, റിസർച്ചിൻ്റെ ഭാഗമായിട്ടായിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ, നമ്മൾ നേരിടുന്ന വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡാറ്റ അപര്യാപ്തമാണ് എന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു റിസർച്ചിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനിവാര്യതയാർന്നൊരു കാര്യമാണ് അനുയോജ്യമായിട്ടുള്ള നമ്മുടെ പഠന മേഖല ഏതാണോ, അല്ലെങ്കിൽ നമ്മുടെ റിസർച്ച് ടോപ്പിക്ക് എന്തുമായിട്ടാണോ ബന്ധപ്പെട്ടിരിക്കുന്നത്, അതിന് ഉതകുന്ന തരത്തിലുള്ള ഡാറ്റ കളക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏറ്റവും അനിവാര്യമായ കാര്യമാണ്. ഏതൊരു റിസർച്ചിൻ്റെയും വിജയം അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും എന്താണ്? നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റയുടെ ആധികാരികതയാണ്. There are several ways of collecting the appropriate data which differ considerably in context of money cost, time, other resources at the disposal of the researcher. അപ്പോൾ നമുക്കറിയാം ഡാറ്റ കളക്ട് ചെയ്യുന്നതിന് ഒരുപാട് വഴികളുണ്ട്, അല്ലേ? അത് തീർച്ചയായിട്ടും അത് വ്യത്യാസപ്പെടും. അത് വ്യത്യാസപ്പെടുന്നത് ചില ഘടകങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഒന്ന് തീർച്ചയായിട്ടും കോസ്റ്റാണ്, മണി കോസ്റ്റാണ്. മറ്റൊന്ന് സമയമുണ്ട്. അതേപോലെ തന്നെ അവൈലബിലിറ്റി ഓഫ് ദി റിസോഴ്സസിൻ്റെ ലഭ്യത നോക്കണം. നമുക്ക് എല്ലാ റിസോഴ്സസും നമ്മൾ പഠനം നടത്തുന്ന സമയത്ത് നമുക്ക് ലഭ്യമാകണമെന്നില്ല, അല്ലേ? നമുക്കറിയാം ഒരുപാട് സോഴ്സ് ഉണ്ട് ഡാറ്റ കളക്ഷന് വേണ്ടിയിട്ട്, അല്ലേ? അതിൽ പ്രധാനമായിട്ടും നമുക്കറിയാം പ്രൈമറി സോഴ്സും സെക്കൻഡറി സോഴ്സുമാണ്. അതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വരുന്ന പോർഷൻസിൽ, വരുന്ന ഭാഗങ്ങളിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പോയിന്റ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് റിസർച്ച് പ്രോസസ്സിലെ 7ാമത്തെ സ്റ്റേജിലേക്ക് കടക്കാം. എക്സിക്യൂഷൻ ഓഫ് ദി പ്രോജക്റ്റ്. Execution of the project is a very important step in the research process. റിസർച്ച് പ്രക്രിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും അഭിവാജ്യമായ ഒരു ഘട്ടമാണ് എക്സിക്യൂഷൻ ഓഫ് ദി പ്രോജക്റ്റ് എന്ന് പറയുന്നത്. If the execution of the project proceeds in correct lines, the data to be collected would be adequate and dependable. റിസർച്ചിൻ്റെ എക്സിക്യൂഷൻ ശരിയായ ദിശയിലാണ് ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കളക്ട് ചെയ്യാൻ പോകുന്ന ഡാറ്റ, അതിൻ്റെ ആധികാരികത നമുക്ക് ഉറപ്പിക്കാനും അത് നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്നതുമായിരിക്കും. The researcher should see that the project is executed in a systematic manner and in time. റിസർച്ചർ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? ഉറപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ റിസർച്ച് അല്ലെങ്കിൽ നമ്മുടെ പ്രൊജക്റ്റ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ചിട്ടയായ രീതിയിലാണെന്നും അത് കൃത്യമായ സമയത്തുമാണെന്നും നമ്മൾ ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്.
മുൻകൂട്ടി തീരുമാനിച്ച രീതിയിൽ മുൻകൂട്ടി തീരുമാനിച്ച സമയത്തിനുള്ളിൽ തന്നെയാണ് നമ്മൾ ഇതിൻ്റെ എല്ലാ ആക്ടിവിറ്റീസും ചെയ്യുന്നത് എന്നത് ഒരു റിസർച്ചർ തീർച്ചയായിട്ടും ഉറപ്പുവരുത്തുന്ന ഒരു കാര്യമാണ്. If the survey is to be conducted by means of structured questionnaire, data can be readily machine processed. എന്താ പറയുന്നത് നോക്കൂ. If the survey is to be conducted by means of structured questionnaire ഉപയോഗിച്ചാണ് നമ്മൾ സർവേ നടത്തുന്നതെങ്കിൽ നമുക്ക് വെൽ പ്രോസസ്ഡ് ഡാറ്റയായിരിക്കും ഈ ഒരു ഡാറ്റ കളക്ഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. അതാണ് അവിടെ മെഷീൻ പ്രോസസ്ഡ് എന്ന് സൂചിപ്പിച്ചിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സ്റ്റേജിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ റിസർച്ച് പ്രോസസ്സിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. 8ാമത്തെ സ്റ്റേജാണ് അനാലിസിസ് ഓഫ് ഡാറ്റ. നമ്മൾ പ്രീവിയസ് സ്റ്റേജിൽ കളക്റ്റിംഗ് ഡാറ്റയാണ് നമ്മൾ സ്റ്റേജ് ഡിസ്കസ് ചെയ്തത്. സോ അതിനുശേഷമാണ് നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റ എന്ത് ചെയ്യുക, വിശദമായിട്ട് വിശകലനം ചെയ്യാം, അതിനെ പഠിക്കുക. അതിന് പിന്നിലും ഒരുപാട് ഘട്ടങ്ങൾ അടങ്ങിയിട്ടുണ്ട് അല്ലേ. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പഠനത്തിൻ്റെ മെറിറ്റ് നോക്കിയിട്ട്, നമ്മുടെ റിസർച്ചിൻ്റെ മെറിറ്റ് നോക്കിയിട്ട് വിവിധ കാറ്റഗറികളായിട്ട് നമുക്ക് ഡാറ്റയെ തരംതിരിക്കണം അല്ലേ. അത്തരത്തിൽ നമ്മൾ കളക്ട് ചെയ്ത ആ ഒരു ഡാറ്റയാണ് നമ്മൾ റോ ഡാറ്റ എന്ന് പറയുന്നത്. അതായത് പ്രൈമറി സോഴ്സിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റയാണ് റോ ഡാറ്റ. അതിനെ നമ്മൾ ഇനി എന്ത് ചെയ്യണം, ടാബുലേറ്റ് ചെയ്ത് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസിലേക്ക്, സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ആയിട്ടുള്ള ചാർട്ട്, ഗ്രാഫ് അല്ലെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരുപാട്, പൈ ഡയഗ്രാം, അതേപോലെ തന്നെ ലൈൻ ഗ്രാഫ്, അത്തരത്തിലുള്ള പിക്ടോഗ്രാഫ്, അത്തരത്തിലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിശകലനം ചെയ്ത് നമ്മളൊരു ഇൻഫറൻസ്, ഒരു കൺക്ലൂഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഓരോ ഡാറ്റയുടെ അടിസ്ഥാനത്തിലേക്കും ഓരോ കാറ്റഗറിയുടെ അടിസ്ഥാനത്തിലേക്കും നമ്മൾ എന്ത് ചെയ്യും, എത്തിച്ചേരും. അതിൽ തന്നെ നമുക്ക് മാനേജബിൾ അല്ലാത്ത, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത, പരിധിയിൽ കവിഞ്ഞ ഡാറ്റ ഉണ്ടെങ്കിൽ അതിനെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, വിവിധ ഗ്രൂപ്പുകളാക്കി, നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഗ്രൂപ്പുകളാക്കി തരംതിരിക്കും. ഓക്കെ, ഇത്തരത്തിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഡാറ്റ നമ്മൾ കാറ്റഗറി ചെയ്യുമ്പോൾ അത് റിസർച്ചിന് സ്യൂട്ടബിൾ ആയിരിക്കണം. റിസർച്ചിൻ്റെ ലക്ഷ്യം നേടിയെടുക്കുന്ന രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാറ്റഗറി ചെയ്യുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അനാലിസിസ് ഓഫ് ഡാറ്റയുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് കിടക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേജാണ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഒരു സ്റ്റേജിൻ്റെ ഒരു തുടർച്ചയാണ് ഏതെന്ന് പറയുന്നത് 9ാമത്തെ സ്റ്റേജ് ആയിട്ടുള്ള ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ്. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, 3ാമത്തെ സ്റ്റേജ് ഫോർമുലേറ്റിംഗ് ഹൈപ്പോത്തിസിസ് ഓർ ഡെവലപ്പിംഗ് ഹൈപ്പോത്തിസിസ് ആണ്. നമ്മുടെ റിസർച്ച് അത് ഏത് രീതിയിലായിരിക്കാം അതിൻ്റെ കൺക്ലൂഷൻ എന്നതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹൈപ്പോത്തിസിസ് ഫോം ചെയ്യുന്നതിലൂടെ എത്തിച്ചേരുന്ന ഒരു അസംഷൻ, ഒരു ഊഹം എന്ന് പറയുന്നത്. നമ്മൾ അവിടെ പറഞ്ഞൊരു ഉദാഹരണം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകാം. ഒരു കുട്ടിയുടെ പഠനവുമായി അല്ലെങ്കിൽ കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അവരുടെ സ്റ്റഡിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നമ്മുടെ റിസർച്ച് ടോപ്പിക് എങ്കിൽ നമ്മൾ അവിടെ ഒരു അസംഷൻ നമ്മൾ രൂപീകരിച്ചിരുന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്ത കുട്ടികളെക്കാളും നല്ല സ്കോറ് ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ കഴിക്കുന്ന കുട്ടികൾക്ക് ഗണിതത്തിൽ ലഭിക്കുന്നു അല്ലേ. അപ്പം ഇവിടെ 2 അസംഷൻസ് വരുന്നുണ്ട്. ഒന്നിതാണ്, ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ നല്ലോണം കഴിക്കുന്ന കുട്ടികൾക്ക് ഗണിതത്തിൽ മികച്ച മാർക്ക് കിട്ടുന്നു. മറ്റൊന്ന് അതിൻ്റെ ഓപ്പോസിറ്റാണ് അല്ലേ, കഴിക്കാത്തത് കൊണ്ട് അവർക്ക് എന്ത് കിട്ടുന്നില്ല, മാർക്ക് കിട്ടുന്നില്ല. ഇതിൽ രണ്ടും ഏതെങ്കിലും ഒന്നാണ് സംഭവിക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു സ്റ്റേജിൽ ടെസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് ആ ഒരു ഫാക്റ്റിൻ്റെ സത്യസന്ധതയെ പറ്റിയാണ് അല്ലേ, അതിൽ ഏതാണ് ശരി. അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ചില സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസാണ്. നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത ആ ഒരു ഹൈപ്പോത്തസിസിനെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ടാണ്. നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സ് തന്നെ പഠിച്ചിട്ടുണ്ടാകും, chi-square ടെസ്റ്റ്, ടി ടെസ്റ്റ്, എഫ് ടെസ്റ്റ്. അതേപോലുള്ള ടൂൾസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മുൻകൂട്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഹൈപ്പോത്തിസിസ് നമ്മൾ എന്ത് ചെയ്യുക, ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, അതാണ് ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. മറ്റൊരു കാര്യം നിങ്ങൾ ഓർമ്മിക്കേണ്ടത്, ഈ ഒരു ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യണമെന്നത് നിർബന്ധമില്ല. മിനി പ്രൊജക്റ്റൊക്കെ ആണെങ്കിൽ നമുക്ക് നിർബന്ധമില്ല. ഇത്തരത്തിലുള്ള ഹൈപ്പോത്തിസിസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യണം, അത് ഈ പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് ഏതാണ് നമ്മൾ എത്തിച്ചേരുന്ന ഫൈനൽ കൺക്ലൂഷൻ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടെത്താൻ പറ്റും. അതാണ് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ്. റിസർച്ചിൻ്റെ അടുത്ത സ്റ്റേജിലേക്ക് കടക്കുകയാണ്. 10ാമത്തെ സ്റ്റേജാണ് ജനറലൈസേഷൻ ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ. അപ്പോൾ നമ്മൾ ഹൈപ്പോത്തിസിസ് എന്ത് ചെയ്യുക, സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എത്തിച്ചേരുന്ന ഒരു പൊതുവായ അഭിപ്രായത്തിനെയാണ്, ഒരു നിഗമനത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ജനറലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു കാരണവശാൽ നമുക്ക് ഹൈപ്പോത്തിസിസ് ഇല്ല, നമ്മുടെ റിസർച്ചിൽ ഹൈപ്പോത്തിസിസ് ഇല്ല എങ്കിൽ അവിടെ റിസർച്ചർ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ തിയറീസിൻ്റെ ബേസിൽ തൻ്റെ ഫൈൻഡിങ്സിനെ എന്ത് ചെയ്യുക, വിശകലനം ചെയ്യുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു നിഗമനത്തിലേക്ക് അദ്ദേഹം എത്തിച്ചേരുക. അങ്ങനെയുള്ള നിഗമനത്തെയാണ്, പൊതുവായ അഭിപ്രായത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് ജനറലൈസേഷൻ ഇൻ്റർപ്രിട്ടേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ കാണേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മുടെ റിസർച്ച് പ്രോസസ്സിൻ്റെ അവസാന സ്റ്റേജിലേക്ക് കടക്കുകയാണ്, പ്രിപ്പറേഷൻ ഓഫ് ദി റിപ്പോർട്ട് ഓർ തീസിസ്.
അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്ത റിസർച്ച് വർക്കിൻ്റെ ഫൈനൽ റിട്ടേൺ റിപ്പോർട്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റിസർച്ച് റിപ്പോർട്ട് എന്ന് പറയുന്നത്. എല്ലാ കാര്യങ്ങളും നമ്മുടെ റിസർച്ചിൻ്റെ ഭാഗമായി ഡാറ്റ കളക്ട് ചെയ്തു, അത് അനാലിസിസ് ചെയ്തു, അതിൻ്റെ ഭാഗമായിട്ടുള്ള ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്തു, ഫൈൻഡിങ്സിലേക്ക് എത്തിച്ചേർന്നു. ഇതിനെയൊക്കെ നമ്മൾ റിപ്പോർട്ട് രൂപത്തിലേക്ക് മാറ്റാണ് വേണ്ടത്. അതിനെയാണ് പ്രിപ്പറേഷൻ ഓഫ് ദി റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ റിപ്പോർട്ട് എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണമെന്നാണ്. അതാണ് ഇനി ഇവിടെ പറയുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് അവിടെ നമ്മൾ മുൻകരുതലുകൾ എടുക്കേണ്ടത്? ഒന്നാമത്തത് ലേ ഔട്ടിൻ്റെ കാര്യത്തിലാണ്. ലേ ഔട്ട് പ്രോപ്പർ ആയിരിക്കണം. മെയിൻ ടെക്സ്റ്റ് അതിലുണ്ടായിരിക്കണം, പ്രിലിമിനറി പേജസ് ഉണ്ടായിരിക്കണം, അതേപോലെ തന്നെ എൻഡ് മാറ്റർ ഇവ കൃത്യമായ ഓർഡറിൽ പ്രതിപാദിച്ചിരിക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ റിസർച്ച് റിപ്പോർട്ട് എഴുതുമ്പോൾ അത് കൺസൈസ് ആൻഡ് ഒബ്ജക്റ്റീവ് സ്റ്റൈലിലായിരിക്കണം. സിമ്പിൾ വേർഡ്സ് ആണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ചുരുക്കിയ രൂപത്തിലും വസ്തുനിഷ്ഠമായ രൂപത്തിലും ആയിരിക്കണം എന്ത് ഒരു റിസർച്ച് റിപ്പോർട്ട് ഉണ്ടായിരിക്കേണ്ടത്. മറ്റൊന്ന്, നമ്മൾ ടേബിൾ ഫോർമാറ്റിലേക്ക് മാറ്റുകയാണ് നമ്മുടെ ഡാറ്റയെ. അത് കൃത്യമായി ചാർട്ടിൻ്റെ രൂപത്തിൽ റെപ്രസെൻ്റ് ചെയ്തിരിക്കണം. ആ ചാർട്ട് എന്താണ് പറയുന്നത് എന്ന് ഇല്ലുസ്ട്രേഷൻ രൂപത്തിലും ആ റിപ്പോർട്ടിൽ കൊടുത്തിരിക്കണം. ഓക്കെ, മറ്റൊന്ന്, നമ്മൾ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അഭിമുഖീകരിക്കാൻ സാധ്യതയുള്ള എല്ലാ പ്രശ്നങ്ങളും റിസർച്ച് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കണം. ഇതാണ് അവസാനത്തെ സ്റ്റേജുമായി ബന്ധപ്പെട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതോടുകൂടി റിസർച്ച് പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വളരെ കൃത്യമായിട്ട് വായിക്കുക. എന്തെങ്കിലും രീതിയിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ വാട്സപ്പിൽ നിങ്ങൾക്ക് നേരിട്ട് ചോദിക്കാവുന്നതാണ്. നമുക്കതൊക്കെ ക്ലാരിഫൈ ചെയ്ത് വേണം അടുത്ത ഒരു ഘട്ടത്തിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നല്ലോണം വായിക്കുക. നോട്ട് വളരെ കൃത്യമായിട്ട് സ്ലൈഡ് നോക്കി എഴുതുക. ഇതിനപ്പുറത്തേക്കുള്ള നോട്ട് നമുക്ക് ആവശ്യമില്ല. എല്ലാ കാര്യങ്ങളും സ്ലൈഡിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ഓരോ സമയവും നോട്ടിൽ എഴുതൂ, അതിനനുസരിച്ച് അത് പഠിക്കുക. അതേപോലെ തന്നെ ഒരു തവണ മാത്രം നിങ്ങൾ ഈ ഒരു കാര്യം കേട്ടാൽ പോരാ, റിപ്പീറ്റായിട്ട് സമയം കിട്ടുമ്പോഴൊക്കെ ഇത് വെച്ച് കേൾക്കുക, മനസ്സിരുത്തി പഠിക്കുക. ഓക്കെ, താങ്ക് യു.